I am very happy. Okay. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. കാറിൽ ഇരുന്നാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ഹാപ്പിയാണ് എന്ന്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരാണ് രമേശ് ചെന്നിത്തലയുടേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആദ്യം രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. I am very happy. Okay. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം സമ്മർദ്ദം നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഹൈക്കമാൻഡിൽ. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 5 വർഷം UDF നയിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കാണ് മുഖ്യമന്ത്രി ആകാനുള്ള യഥാർത്ഥ അർഹതയുള്ളത്. ഇതാണ് വി ഡി സതീശൻ പക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയതും കൊച്ചിയിൽ അദ്ദേഹത്തിന് നൽകിയ വീരോചിതമായ സ്വീകരണവും ഒക്കെ നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ വി ഡി സതീശൻ പക്ഷം മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമുക്കത് കാണാം. വി ഡി സതീശനല്ല KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരിക എന്ന വാർത്തകളും തിരുവനന്തപുരത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ട്. വി ഡി സതീശൻ പക്ഷത്തിനാണ് MLA-മാരിൽ ഭൂരിപക്ഷം. 43 MLA-മാർ, അതിൽ 8 A ഗ്രൂപ്പ് MLA-മാർ. A ഗ്രൂപ്പിന് 10 MLA-മാരാണുള്ളത്. അതിൽ 8 MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു. ആകെ 43 MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു. നിരീക്ഷകർ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. നാളെ നിരീക്ഷകർ ഓരോ MLA-മാരെയും കാണും. ഒറ്റയ്ക്ക് തന്നെ കാണണമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കൂട്ടമായി സംസാരിക്കുമ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഒറ്റയ്ക്ക് കാണണം MLA-മാരെ എന്ന നിലപാടാണ് വി ഡി സതീശൻ പക്ഷം പറയുന്നത്. അതോടൊപ്പം വി ഡി സതീശൻ പക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി MLA-മാരെ കാണരുത്. നിരീക്ഷകർ MLA-മാരെ കാണുമ്പോൾ ദീപാദാസ് മുൻഷി അവരുടെ കൂടെ ഉണ്ടാകരുത്. എന്തുകൊണ്ട്? MLA-മാരെ എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ KC വേണുഗോപാലിനു വേണ്ടി ഏറ്റവും നന്നായി ഇടപെട്ട ആളാണ് ദീപാദാസ് മുൻഷി. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി MLA-മാരുടെ യോഗത്തിൽ അല്ലെങ്കിൽ നിരീക്ഷകർ ഒറ്റയ്ക്ക് MLA-മാരെ കാണുന്ന ഘട്ടത്തിൽ ഉണ്ടായാൽ അവർ അവരുടെ മനസ്സിലുള്ള കാര്യം കൃത്യമായി പറയില്ല. അതുകൊണ്ട് ദീപാദാസ് മുൻഷിയെ മാറ്റി നിർത്തണം. ഇതാണ് വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. AICC അംഗീകരിക്കുമോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. എന്നിരുന്നാലും വി ഡി സതീശന് വേണ്ടി വളരെ കുറച്ച് MLA-മാർ മാത്രമേ രംഗത്ത് വരികയുള്ളൂ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണക്കുക KC വേണുഗോപാലിനെയാണ്. 2ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണ്. 3ാം സ്ഥാനത്ത് മാത്രമേ വി ഡി സതീശനുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഘടകകക്ഷികളെ ഉപയോഗിച്ച് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രമാണ് ഇപ്പോൾ വി ഡി സതീശൻ പയറ്റുന്നത്. അത് എത്രമാത്രം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇവിടെ നടക്കുന്നത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിനെ കോൺഗ്രസിനെ UDF ജയിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കം വോട്ട് ചെയ്ത വോട്ടർമാരെ അവഹേളിക്കുന്ന തുല്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കോൺഗ്രസിന്റെ പതിവ് രീതി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ കോൺഗ്രസിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമാണ്. അതിനുശേഷം മന്ത്രിമാർക്ക് വേണ്ടിയുള്ള തർക്കം വരാനിരിക്കുന്നതേയുള്ളൂ. അത് ഇതിനേക്കാളും പുലിവാലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനും UDF. എന്തായാലും മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം എന്ന് വെച്ചാൽ MLA-മാരുടെ യോഗം KPCC-യുടെ ആസ്ഥാനത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ തീരുമാനമാകുമോ? അതല്ല നിരീക്ഷകർ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം ദില്ലിയിൽ പോയി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി ഹൈക്കമാൻഡായിരിക്കുമോ തീരുമാനമെടുക്കുക? അതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവസാന തീരുമാനം രാഹുൽ ഗാന്ധിയുടേതായിരിക്കും, KC വേണുഗോപാലിൻ്റെതായിരിക്കും. KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണോ വേണ്ടയോ എന്ന തീരുമാനമാണ് ഏറ്റവും നിർണായകം. അതിൽ അഭിപ്രായം പറയേണ്ടത് രമേശ് ചെന്നിത്തലയും മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയുമാണ്. ഒരു പക്ഷേ കേരളത്തിൽ
AICCയുടെ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ KC വേണുഗോപാലിനെ നിശ്ചയിച്ചേക്കാം. അതല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ നിർദ്ദേശം അനുസരിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായേക്കാം. എന്തായാലും VD സതീശന്റെ ചാൻസ് വളരെ വളരെ കുറവാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്.